ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രാവണൻ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്ന ആ ഭാഗമാണ്. ആ യാത്രയിൽ രാവണൻ ജടായുവിനെ കാണുകയും ജടായു രാവണനോട് എതിർക്കുന്ന ആ ഭാഗവും, അതിനുശേഷം ജടായുവിൻ്റെ സഹോദരനായ സമ്പാദിയുടെ പുത്രൻ സുപാർശനെ രാവണൻ കാണുന്ന ആ ഭാഗവും, അതുപോലെ തന്നെ സുഗ്രീവനും ഹനുമാനുമൊക്കെ സീതാദേവിയെ തട്ടിക്കൊണ്ടു പോകുന്നത് കാണുന്ന ആ ഭാഗവുമൊക്കെ വളരെ വിശദമായി തന്നെ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ആ ഭാഗം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും രാമായണം കഥകളായി നിങ്ങൾ കേൾക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളൂ മിച്ചം എന്നോർക്കുക. രാമായണം വായിക്കാൻ സാധിക്കുന്ന എല്ലാവരും അത് വായിക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമുക്ക് അങ്ങനെ ഇരുന്ന് വായിക്കാനുള്ള ഒരു സമയം കിട്ടി എന്ന് വരികയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാനും സാധിക്കും. പിന്നീട് രാമായണം ഗദ്യരൂപത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനും സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ഈശ്വര വിചാരത്തോടു കൂടിയിരുന്നും ഈ ലോകത്തെ സ്നേഹിച്ചും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സന്തോഷങ്ങൾ സ്വയം കണ്ടെത്തിയും മറ്റുള്ളവർക്ക് കൊടുത്തും ഒക്കെ തന്നെ ജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ശ്രീരാമചന്ദ്രൻ എന്ന ആ പുരുഷനെ, ആ മര്യാദാ പുരുഷോത്തമനെ, സീതാദേവി എന്ന ആ സ്ത്രീരത്നത്തെ, ലക്ഷ്മണൻ എന്ന അനുജനെ, ഊർമിള എന്ന ഭാര്യയെ, ഭരതൻ എന്ന സഹോദരനെ, 3 അമ്മമാർ, ദശരഥൻ എന്ന അച്ഛൻ, ഇവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടതാണ്. കാരണം ഓരോരുത്തരും അവരവർ അനുഭവിച്ച ത്യാഗങ്ങൾ, ഒരു മനുഷ്യരൂപത്തിൽ അവതരിച്ചിട്ട് സർവേശ്വരൻ അനുഭവിച്ച ത്യാഗങ്ങൾ, ഒരു പക്ഷേ ശ്രീരാമചന്ദ്രനോളം ദുഃഖം അനുഭവിച്ച മറ്റൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. സീതാദേവി പോലും അത്രയും ദുഃഖം അനുഭവിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു സമയത്ത് ശ്രീരാമചന്ദ്രൻ ഇല്ലാതിരുന്ന അവസരത്തിൽ സീതാദേവിയുടെ കൂടെ, മനുഷ്യരൂപത്തിലുള്ള സീതാദേവിയുടെ കൂടെ മനുഷ്യരൂപത്തിലുള്ള ശ്രീരാമചന്ദ്രൻ്റെ ആ ശരീര സാന്നിധ്യം, അതാണ് അവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ മഹാലക്ഷ്മിയോട് കൂടി ചേർന്ന് എപ്പോഴും നാരായണനുണ്ട്, നാരായണനില്ലാതെ മഹാലക്ഷ്മി ഇല്ല, അങ്ങനെയല്ല. മനുഷ്യരൂപത്തിൽ ആ മനുഷ്യ സാന്നിധ്യം ഇല്ലാതിരുന്ന അവസരങ്ങളിൽ പോലും സീതാദേവിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതുപോലും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു ശ്രീരാമചന്ദ്രൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ടാകും. ഒരു സമയത്ത് നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. ആ സമയത്ത് മറ്റാരെയും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ ആലോചിക്കേണ്ടുന്ന ഒരേയൊരു മുഖം അത് ശ്രീരാമചന്ദ്രൻ്റേതാണ്. നാളെ താൻ രാജാവാകും. അതിനു വേണ്ടിയിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇന്ന് കുറച്ച് കഴിയുമ്പം രാജാവാണ്, എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എല്ലാം നഷ്ടപ്പെട്ട് അദ്ദേഹത്തിന് കാട്ടിലേക്ക് പോകേണ്ടി വരുന്നത്. താൻ ജീവനേക്കാളേറെ സ്നേഹിച്ച തൻ്റെ അച്ഛൻ്റെ മുഖം പോലും മരണസമയത്ത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല. മൂത്ത പുത്രനാണ്. ചിത ഒരുക്കി അതിനു വേണ്ട കർമ്മങ്ങൾ എല്ലാം ചെയ്യേണ്ടവനാണ്. ചെയ്തില്ല, ചെയ്യാൻ സാധിച്ചില്ല. മരിച്ച് എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അതറിയുന്നത്. ആ സമയത്ത് ഒരു മകൻ്റെ വേദന എത്രയുണ്ടാകും നിങ്ങൾ ഓർക്കുക. അച്ഛനെ ഉപേക്ഷിച്ചു പോയ മകനല്ല,
അച്ഛൻ്റെ സത്യം പാലിക്കാനായി പോയ മകനാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു? അതിനുശേഷം അദ്ദേഹത്തിന് ആശ്വാസം തൻ്റെ ഭാര്യയായിരുന്നു. ആ ഭാര്യയെയും നഷ്ടപ്പെട്ടു. പിന്നീട് തിരിച്ച് രാജ്യത്തിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. ഒരുപാട് ആളുകളുടെ സഹായം അഭ്യർത്ഥിച്ചു. അല്ലാതെ നേരിട്ട് പോയി യുദ്ധം ചെയ്യുകയായിരുന്നില്ല. ഒരുപാട് സഹായങ്ങൾ സ്വീകരിച്ച് നമുക്കിനി പഠിക്കുമ്പം നമുക്ക് മനസ്സിലാകും. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്ത് എല്ലാം വീണ്ടെടുത്തു എന്ന് തോന്നിയ ആ അവസരത്തിൽ അദ്ദേഹത്തിന് വീണ്ടും എല്ലാം നഷ്ടപ്പെടുകയാണ്. എന്തൊരു വിധിയാണ്! അതുകൊണ്ട് ഇതൊക്കെയാണ് മനുഷ്യ ജീവിതം എന്നോർത്ത് നമ്മൾ സമാധാനിക്കുക. ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സാക്ഷാൽ ശ്രീഹരി മനുഷ്യരൂപത്തിൽ, പൂർണ്ണമായ മനുഷ്യരൂപത്തിൽ ഇങ്ങനെയൊരു അവതാരം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. നമുക്കിനി കഥാഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ രാവണൻ സീതാദേവിയെ രഥത്തിൽ നിന്ന് ഇറക്കി. അവർ ലങ്കയിൽ എത്തിച്ചേർന്നു. എവിടെ പാർപ്പിക്കുമെന്ന് രാവണൻ ചിന്തിക്കുകയാണ് സീതയെ. ഇപ്പോൾ രാമനും ലക്ഷ്മണനും തന്നോട് ശത്രുത ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നൊരു ബോധവും ലങ്കേശ്വരന് ഉണ്ടായി. ഇനി എന്തായാലും അവർ രണ്ടുപേരെയും വധിക്കാതെ തനിക്കുറക്കം വരികയില്ല എന്നുകൂടി രാവണൻ ചിന്തിച്ചു. കാരണം 2 ശത്രുക്കളെ സമ്പാദിച്ചിരിക്കുന്നു. ആ സമയത്താണ് രാവണൻ്റെ അടുക്കലേക്ക് ഒരു 14 രാക്ഷസന്മാർ വരുന്നത്. അവർ രാവണനോട് ചോദിക്കുകയാണ്, ധാരാളം രാക്ഷസന്മാരെ രാമൻ ഒറ്റയ്ക്ക് വധിച്ചു. ഞങ്ങൾ 14 പേരുണ്ട്, ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും? ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടിയും ഭയത്തോടു കൂടിയും ആ രാക്ഷസന്മാർ ചോദിക്കുകയാണ്. അത് കേട്ടപ്പോൾ രാവണന് വലിയ ദേഷ്യം വന്നു. അദ്ദേഹം പറയുകയാണ്, നിർത്ത്, എന്തിനാണ് ഇത്ര ഭയം? എൻ്റെ മുമ്പിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പൊക്കോണം എന്ന രീതിയിൽ അദ്ദേഹം കോപം കൊണ്ട് വിറച്ചുകൊണ്ടാണ് ഇവരോട് പറഞ്ഞത്. രാവണന്റെ കോപം കണ്ടിട്ട് ഈ രാക്ഷസന്മാർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. പക്ഷേ രാവണന് ഇങ്ങനെയൊക്കെ ദേഷ്യം വന്നെങ്കിലും ഒരു സമാധാനവുമില്ല, ഉറക്കവുമില്ല, ഭക്ഷണവുമില്ല. എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന ഒരു തോന്നൽ ലങ്കേശ്വരൻ്റെ മനസ്സിൽ ഉണ്ടായി. അതുപോലെ തന്നെ സീതയെ എവിടെ പാർപ്പിക്കും എന്ന ഒരു ചിന്തയും ഉണ്ടായി. രാവണൻ സീതയെ നോക്കി. സീത കരഞ്ഞുകൊണ്ട് മുഖം താഴ്ത്തി ഇരിക്കുകയാണ്. സീതയോട് രാവണൻ പറയുകയാണ്, അല്ലയോ ദേവി, മുഖം ഉയർത്തി നമ്മുടെ ഈ ലങ്കാപുരി അവിടുന്ന് കാണൂ. ഇനി ഈ ലങ്ക അവിടുത്തേതാണ്. സൂര്യനും ചന്ദ്രനും എപ്പോഴും വന്ന് പാറാവ് നിൽക്കുന്ന ഒരു മനോഹരമായ നഗരമാണ് ലങ്ക. എൻ്റെ ആജ്ഞയില്ലാതെ ആരും അടുത്തു വരിക പോലുമില്ല. 4 വശവും സമുദ്രം. ആ സമുദ്രത്തിൻ്റെ മധ്യത്തിലാണ് ലങ്ക. ദേവന്മാരോ അസുരന്മാരോ ലങ്കാ നഗരത്തിൽ വരികയില്ല. എൻ്റെ അന്തഃപുരത്തിൽ ദേവകന്യകളും അസുര സ്ത്രീകളുമുണ്ട്. എല്ലാവരെയും ദേവിയുടെ ദാസികളാക്കി നിർത്താം ഞാൻ. എല്ലാവിധ സമ്പത്തുകളും നിറഞ്ഞ എൻ്റെ ഭണ്ഡാരം അവിടുന്ന് കാണുക. കൽപ്പിച്ചാലും ഇനി ഇതെല്ലാം ഭവതിയുടേതാണ്. ഞാൻ അവിടുത്തെ സേവകനാണ്. ദേവി സർവേശ്വരി, അന്തഃപുരത്തിലേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കണം. സീതയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ടാണ് രാവണൻ ഇങ്ങനെ പറയുന്നത്. എന്നോട് കോപം തോന്നല്ലേ എന്നുകൂടി രാവണൻ പറഞ്ഞു. രാവണന്റെ ഇപ്രകാരമുള്ള വാക്കുകേട്ട് സീതയുടെ ഉള്ളിൽ കോപം തുളുമ്പി. ദേവി മുഖം തിരിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ധ്യാനവും പ്രാണനും ജീവനും ദേവനും എല്ലാം
എനിക്ക് രാമനാണ്. രാമനൊഴികെ മറ്റാരെയും സീതയ്ക്ക് അറിയുകയില്ല. ഇങ്ങനെയുള്ള സീതയുടെ വാക്കുകേട്ട് നിരാശനായിപ്പോയി രാവണൻ. അതിനുശേഷം രാവണൻ ദേവിയുടെ സമീപത്ത് ചില ദാസിമാരെ നിയോഗിച്ചു. സീതയെ അശോകവനത്തിൽ കൊണ്ടുചെന്ന് പാർപ്പിച്ചു. സീതയെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ധാരാളം ദാസിമാർ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ശൂർപ്പണഖ അവിടേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് വളരെ നിഷ്ഠൂരമായ ചില വാക്കുകൾ സീതയോട് പറഞ്ഞു. ഞാൻ കഴുത്തിൽ നഖം താഴ്ത്തി നിന്നെ കൊല്ലും. നിന്റെ അനുജൻ എൻ്റെ മൂക്കും കാതും മുറിച്ചു. അതിന് പ്രതികാരമായി ഞാൻ നിന്നെ വധിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ശൂർപ്പണഖ അതീവ ദേഷ്യത്തോടു കൂടിയാണ് സീതയോട് പറഞ്ഞത്. എങ്കിലും ഞാൻ പറഞ്ഞത് രാവണൻ കേൾക്കുന്നുണ്ടോ എന്ന് ഭയത്തോടു കൂടി ഓർക്കുകയും ചുറ്റും നോക്കുകയും ചെയ്തു. അങ്ങനെ അശോകവനത്തിൽ ശോകയായി സീതയിരുന്നു. എപ്പോഴും ഉള്ളിൽ രാമൻ, നയനങ്ങളിൽ കണ്ണുനീര്. ഹരേ കൃഷ്ണ. സീതാദേവിയുടെ ആ ഇരിപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരു നിമിഷം ആ ദേവിയുടെ തൃപ്പാദങ്ങളിൽ നിങ്ങൾ നമസ്കരിക്കും. ഹരേ കൃഷ്ണ. ജാനകിയുടെ ദുഃഖം ദേവന്മാർക്ക് വലിയ സങ്കടമുണ്ടാക്കി. അവർക്ക് വേണ്ടിയിട്ടാണ് ദേവി ഇപ്രകാരമുള്ള ദുഃഖങ്ങൾ സഹിക്കുന്നത് എന്നോർത്ത് അവർക്ക് സഹിക്കുവാൻ സാധിച്ചില്ല. ബ്രഹ്മാവ് ദേവേന്ദ്രനോട് പറഞ്ഞു, സീത 10 മാസം ലങ്കയിൽ കഴിയണം. അത്ര കാലം എങ്ങനെ ദേവി ഉപവസിക്കും? ജാനകി ക്ഷീണിച്ചാൽ അവതാര ഉദ്ദേശം നടക്കുകയില്ല. അതുകൊണ്ട് ഈ പായസം അങ്ങ് കൊണ്ടുപോയി ദേവിക്ക് കൊടുക്കൂ ദേവരാജ എന്ന് ബ്രഹ്മാവ് ഇന്ദ്രനോട് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ദേവേന്ദ്രൻ അശോകവനത്തിൽ എത്തിച്ചേരുകയും സീതാദേവിയെ കാണുകയും ചെയ്തു. സീതാദേവി അതീവ ദുഃഖിതയായി അവിടെ ഇരിക്കുകയായിരുന്നു. ഇന്ദ്രൻ പറഞ്ഞു, ദേവി സംശയിക്കരുത്, ഞാൻ ഇന്ദ്രനാണ്. ശ്രീരാമനും ലക്ഷ്മണനും മാനിനെ വധിക്കുവാൻ പോയി. മറ്റാരുമില്ലാത്ത ഭവനത്തിൽ നിന്നും ദേവിയെ രാവണൻ അപഹരിച്ചു. രാമൻ ചിറകെട്ടി സമുദ്രം കടന്നു വന്ന് രാവണനെ വധിക്കുകയും ദേവിയെ മോചിപ്പിക്കുകയും ചെയ്യും. ദേവി ദുഃഖമടക്കുക, ധൈര്യമായിരിക്കുക. ദേവിക്ക് വേണ്ടി പായസം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ദേവേന്ദ്രൻ ജാനകിയോട് പറഞ്ഞപ്പോൾ ജാനകി പറയുകയാണ്, ലങ്ക അസുരന്മാർ നിറഞ്ഞതാണ്. ഇന്ദ്രനാണെങ്കിൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെ ജാനകി പറഞ്ഞപ്പോൾ ഇന്ദ്രൻ മനസ്സിൽ ഓർത്തപ്പോൾ തന്നെ സഹസ്രലോചനനായി. സീതയ്ക്ക് സഹസ്രലോചനനായി ഇന്ദ്രനെ കാണാൻ സാധിച്ചു. അതോടുകൂടി സീതയ്ക്ക് വിശ്വാസമായി. സഹസ്രലോചനൻ്റെ കഥ, ഇന്ദ്രൻ എങ്ങനെയാണ് സഹസ്രലോചനനായത് എന്നുള്ള കഥ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ രാമായണം മുഴുവൻ ഒന്ന് കേട്ടു നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്ദ്രൻ കൊണ്ടുവന്ന ആ അമൃത പായസം സീതാദേവിക്ക് കൊടുക്കുകയും വിശപ്പും ദാഹവും ക്ഷീണവും ഇല്ലാതാക്കുന്ന ആ പായസം ആദ്യം ശ്രീരാമനെ സങ്കല്പിച്ച് സമർപ്പിക്കുകയും പിന്നീട് ദേവി ഭക്ഷിക്കുകയും ചെയ്തു. പായസ ഭക്ഷണം ദേവിക്ക് തൃപ്തി നൽകി. അതോടുകൂടി ഇനി എത്ര കാലം ഉപവസിച്ചാലും ദേവിക്ക് ക്ഷീണം ഉണ്ടാവുകയില്ല എന്ന അവസ്ഥ അവിടെ ഉണ്ടായി. ദേവേന്ദ്രൻ സീതയെ സമാധാനിപ്പിച്ചു. ഞാൻ എന്നും അമൃതഫലങ്ങൾ അവിടുത്തേക്ക് കൊണ്ടുവന്ന് തരാം എന്ന് സീതാദേവിയെ അറിയിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ട് പുരന്ദരൻ വിടവാങ്ങി. സീതാദേവി നിരന്തരം ദുഃഖം അനുഭവിച്ചുകൊണ്ട് അശോകവനത്തിൽ വസിച്ചു. ഹൃദയത്തിൽ രാമനും
നയനത്തിൽ കണ്ണുനീരുമായി എപ്പോഴും രാമനെ ഓർത്തുകൊണ്ട് അശോകവനത്തിൽ സീതാദേവി ഏകയായിരുന്ന് കരഞ്ഞു. ഹരേ കൃഷ്ണ. ഇതാണ് ലങ്കേശ്വരൻ സീതാദേവിയെ അശോകവനികയിൽ എത്തിച്ചതിനു ശേഷം അവിടെ നടന്ന കാര്യങ്ങൾ. വില്ലും അമ്പും കയ്യിലേന്തി രാമൻ പർണശാലയിൽ എത്തിച്ചേർന്നു. വഴിയിൽ പല അമംഗളങ്ങളും രാമൻ കണ്ടു. സർപ്പത്തെ കണ്ടു, വലതുവശത്ത് കുറുക്കനെ കണ്ടു. ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സ് അസ്വസ്ഥമായി. ഒരു ദുശങ്കയോടുകൂടിയാണ് രാമൻ അവിടേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ പർണശാല ശൂന്യമായി കിടക്കുന്നു. മാരീചന്റെ രോദനം കേട്ട് ലക്ഷ്മണന് തെറ്റു പറ്റിയോ എന്ന് പോലും രാമന് തോന്നി. സീതയെ തനിച്ചാക്കിയിട്ട് എവിടെയെങ്കിലും പോയോ? വിധാതാവ് ദുഃഖത്തിനു മേൽ ദുഃഖം തന്നെ തരികയാണോ? തലയിൽ എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെ മാറ്റാൻ സാധിക്കും? ശ്രീരാമൻ എല്ലാ ദേവതകളെയും വിളിച്ച് സീതയെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചു. വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അതാ ലക്ഷ്മണൻ വരുന്നു. ലക്ഷ്മണനെ കണ്ട് രാമൻ ചോദിച്ചു, എന്താണ് അനുജ നീ ഒറ്റയ്ക്ക് വരുന്നത്? ആരുമില്ലാത്ത ഭവനത്തിൽ സീതയെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടെ പോയിരുന്നു? പാപിയായ രാക്ഷസൻ ചതിച്ചിരിക്കുന്നു. ജാനകിയെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ ഞാൻ പോയത്? എൻ്റെ നിധി എവിടെ അനുജ? എൻ്റെ വാക്കു മാനിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് അനുജ? സീതയെ കാണുന്നില്ല. എന്തു പറ്റി ലക്ഷ്മണ? എന്താണ് സംഭവിച്ചത്? നീ തിരിച്ചറിവില്ലാതെ പ്രവർത്തിച്ചുവോ? അല്ലെങ്കിൽ നിന്നെ എന്തിനു കുറ്റം പറയണം? വിധി അതല്ലേ നടക്കൂ. എന്നേക്കാളും ബുദ്ധിമാനാണു നീ. പക്ഷേ കർമ്മദോഷത്താൽ നിന്റെ ബുദ്ധി പാതാളത്തിൽ വീണുപോയി. മായാമൃഗത്തിന്റെ രൂപത്തിൽ എന്നെ ആകർഷിച്ചു കൊണ്ടുപോയ ആ രാക്ഷസൻ എൻ്റെ ബാണത്താൽ തന്നെ മരിച്ചു വീണു. ഈ വഴിയിൽ തന്നെ ഭീമാകാരനായ രാക്ഷസൻ മരിച്ചു കിടക്കുന്നത് നീ കണ്ടില്ലേ? ഇങ്ങനെ രാമൻ ലക്ഷ്മണനോട് ചോദിച്ചു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് രണ്ടു സഹോദരന്മാരും വായുവേഗത്തിൽ പർണശാലയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ എങ്ങും സീതയെ കണ്ടില്ല. സീതയെ സീതയെ എന്ന് രാമൻ വിളിച്ചു. ജ്യേഷ്ഠത്തി ജ്യേഷ്ഠത്തി എന്ന് ലക്ഷ്മണനും. പക്ഷേ ഒരു ഉത്തരവും കേട്ടില്ല. തീർച്ചയാണ് അനുജ, സീതയെ കാണാതെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, സീതയെ കാണുന്നില്ല. സീതയെ ആരോ അപഹരിച്ചു. ഓരോ മരച്ചുവട്ടിലും ഓരോ നദീതടത്തിലും ഓരോ വിരൽപ്പാടിടത്തിലും രാമൻ ആകുലനായി ആശങ്കാകുലനായി സീതയെ തിരഞ്ഞു നടന്നു. ഗോദാവരി തീരം മുഴുവനും ഇളക്കി മറിച്ച് തിരച്ചിൽ നടത്തി. ഗിരികൾ, ഗുഹകൾ, തപോവനങ്ങൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും രാമൻ സീതയെ തെരഞ്ഞു. തെരഞ്ഞെടുത്തു തന്നെ വീണ്ടും ചെന്ന് വീണ്ടും നോക്കും. ഇങ്ങനെ ഓരോ സ്ഥലത്തും 100 തവണ വീതം ചെന്നു നോക്കി. എന്നിട്ടും സീതയെ കണ്ടില്ല. സീതയെ വിളിച്ചു കരയുന്ന രാമന്റെ കണ്ണിൽ കണ്ണുനീർ തിളങ്ങി. രാമന്റെ കരച്ചിൽ കണ്ട് വനത്തിലെ മൃഗങ്ങളും പക്ഷികളും കരഞ്ഞുപോയി. തപോവനത്തിലെ മുനിമാരൊക്കെ രാമന്റെ പർണശാലയിൽ വന്നു. അവർ രാമനെ ഉപദേശിച്ചു, ആശ്വസിപ്പിച്ചു. ഉപദേശങ്ങളും ആശ്വാസങ്ങളും ഒന്നും ശ്രീരാമനെ സമാധാനിപ്പിച്ചില്ല. സീതയുടെ ഗുണഗണങ്ങളാണ് എപ്പോഴും മനസ്സിൽ തെളിയുന്നത്. സീതയെ സീതയെ എന്ന് വിളിച്ചുകൊണ്ട് രാമൻ പലപ്പോഴും ബോധരഹിതനായി ഭൂമിയിൽ വീണു. ലക്ഷ്മണൻ ശ്രീരാമനെ താങ്ങിയിരുത്തി. ജാനകി ശോകം നിമിത്തം രഘുവീരൻ അധീരനായി. ദേവലോകത്തിൽ ദേവന്മാരും സങ്കടപ്പെട്ടു. അവർ വിഷമിച്ചു. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ സർവേശ്വരൻ ഇതൊക്കെ അനുഭവിക്കുന്നത്. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞുകൊണ്ടിരുന്നു, സീതയെ എനിക്ക് മറക്കുവാൻ സാധിക്കുന്നില്ല. എപ്പോഴും മനസ്സിൽ സീത മാത്രം. എന്തു ചെയ്യും? എവിടെ പോകും ലക്ഷ്മണ? എവിടെ ചെന്നാൽ സീതയെ കാണാം? ഒന്ന് ആലോചിക്ക്. എൻ്റെ മനസ്സറിയുവാൻ വേണ്ടി ഒരുപക്ഷെ ജാനകി ഒളിച്ചിരിക്കുകയായിരിക്കും.
ഒന്ന് തിരിഞ്ഞു നോക്കൂ ലക്ഷ്മണ. ഇനി വല്ല മുനിപത്നിമാരുടെയും കൂടെ നമ്മളോട് പറയാതെ അവരുടെ ആശ്രമത്തിലേക്ക് പോയിട്ടുണ്ടാകുമോ? ഗോദാവരി നദിയുടെ തീരത്ത് കമല എന്ന ഒരു വനമുണ്ട്, കമലമുഖി. അവിടെ എങ്ങാനും പോയി ചുറ്റിക്കറങ്ങുന്നുണ്ടാകുമോ? തൻ്റെ മകളെ കഷ്ടപ്പെടുത്തുന്നു എന്നോർത്ത് ഇനി ഒരു പക്ഷേ ഭൂമിദേവി തൻ്റെ മകളായ സീതയെ തിരികെ കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാകുമോ? ഇങ്ങനെ വിലപിച്ചുകൊണ്ട് രാമൻ വീണ്ടും ബോധരഹിതനായി നിലത്തു വീണു. അവർ രണ്ടുപേരും കൂടി സീതാദേവിയെ അന്വേഷിച്ചു നടക്കുന്നതിൻ്റെ ഇടയിൽ വഴിയിൽ സീതാദേവിയുടെ ആഭരണം അവർക്ക് കിട്ടി. തകർന്ന രഥത്തിൻ്റെ ചക്രങ്ങളും അവർ കണ്ടു. സ്വർണനിർമ്മിതമായ പതാക വീണു കിടക്കുന്നത് അവർ കണ്ടു. രഥത്തിൻ്റെ താഴികക്കുടവും രത്നം പതിച്ച ധ്വജവും വീണു കിടക്കുന്നത് അവർ കാണാനിടയായി. ലക്ഷ്മണ, ഇവിടെ സീതയെ അന്വേഷിക്കൂ. മുമ്പിൽ തന്നെ അത്യുന്നതമായ ഒരു പർവ്വതം കാണുന്നു. ഒരു പക്ഷേ ആ പർവ്വതം എൻ്റെ സീതയെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യമദണ്ഡം പോലെയുള്ള ബാണം എനിക്കുണ്ട്. ഞാൻ അസ്ത്രം കൊണ്ട് പർവ്വതത്തെ തുണ്ടം തുണ്ടമാക്കും. ഇവിടെ മഹായുദ്ധമുണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ലക്ഷ്മണ, ഇതൊക്കെ നോക്കൂ. എങ്ങനെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ പറയുകയാണ്, ഇവിടെ എന്തായാലും ഉണ്ടാവുകയില്ല. ഈ ഘോര പർവ്വതത്തിൽ സീത എങ്ങനെ ജീവിക്കും? ജ്യേഷ്ഠത്തിക്ക് അതിന് സാധിക്കുകയില്ല. അകാരണമായി പർവ്വതത്തെ എയ്തു മുറിക്കരുത്. ദേവിയെ കൊണ്ട് ആരോ ആകാശമാർഗം പോയിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ പലതരത്തിലും ശ്രീരാമചന്ദ്രനെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ലക്ഷ്മണൻ ശ്രമിച്ചു. പക്ഷേ ലക്ഷ്മണൻ പറഞ്ഞതൊന്നും രാമൻ അംഗീകരിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് വില്ലിൽ ഞാണൊലി ഇട്ടുകൊണ്ട് ഗർജിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ വിശ്വത്തെ തന്നെ ദഹിപ്പിച്ചു കളയും, ഇനി എന്തിനാണ് ഇങ്ങനെ നിലനിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ രാമൻ പറയുന്നുണ്ടായിരുന്നു. ദക്ഷയജ്ഞത്തിൽ മഹേശ്വരൻ എന്ന പോലെ രാമൻ ലോകത്തെ മുഴുവനും ദഹിപ്പിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണോ എന്ന് പോലും ലക്ഷ്മണന് തോന്നി. ലക്ഷ്മണൻ കാൽക്കൽ വീണ് അപേക്ഷിച്ചു, വിധാതാവ് ചരാചരങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടവയെ അങ്ങ് നശിപ്പിക്കുന്നത്? അപരാധിയെ കണ്ടില്ലെങ്കിൽ കിട്ടിയ ആളെ ശിക്ഷിക്കുവാൻ പാടുണ്ടോ? അങ്ങയുടെ അസ്ത്രമയച്ചാൽ ആർക്കും അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് അങ്ങയ്ക്ക് അറിയില്ലേ? അകാരണമായി ലോകത്തെ നശിപ്പിക്കരുത്. ജ്യേഷ്ഠത്തി എവിടെയുണ്ട് എന്ന് നമുക്ക് അന്വേഷിക്കാം. ഇങ്ങനെ ലക്ഷ്മണൻ പറഞ്ഞ് രാമനെ സമാധാനിപ്പിച്ചു. അതിനുശേഷം രണ്ടു സഹോദരന്മാരും കൂടി വീണ്ടും അന്വേഷണം തുടർന്നു. ഗ്രാമങ്ങൾ, തപോവനങ്ങൾ, പർവ്വത ശിഖരങ്ങൾ, അരുവികൾ, നദികൾ, അങ്ങനെ എല്ലായിടത്തും തിരഞ്ഞു. കാണാതെ വരുമ്പോൾ അവർ ആശങ്കപ്പെട്ടു. അസ്ത്രം പിൻവലിച്ച് ആവനാഴിയിൽ ഇട്ടു. തുടർന്ന് രണ്ടുപേരും അന്വേഷണം തുടർന്നു. കിടന്നാലുടൻ രാമൻ എഴുന്നേൽക്കും, ഇത്തിരി നേരം ഇരിക്കും, എന്നിട്ട് ഭ്രാന്തമായി എന്തെങ്കിലുമൊക്കെ പറയും. വെള്ളത്തോടും കരയോടും അന്തരീക്ഷത്തിനോടും എല്ലാവരോടും സങ്കടം പറയും. അങ്ങനെ സങ്കടം പറഞ്ഞുകൊണ്ട് കാടുതോറും അലഞ്ഞു നടന്നു. എവിടെ വെച്ച് എന്തിനെ കണ്ടാലും അവരോടൊക്കെ ചോദിക്കും, എൻ്റെ സീതയെ കണ്ടു? നിങ്ങൾ ഈ വഴി സീതയെ കണ്ടു? ഹേ പർവ്വതമേ, ഒരു ഉപകാരം ചെയ്യാമോ? സീതയുടെ വിവരങ്ങൾ പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തുക. പക്ഷികളെ, മൃഗങ്ങളെ, ലതകളെ, നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയൂ, എൻ്റെ സീത എവിടെയാണ്? സീതയില്ലാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല. ദയവ് ചെയ്ത് നിങ്ങൾ പറയൂ. എൻ്റെ ജീവൻ നിലനിർത്തണ്ടേ? നിലനിർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്നോട് പറയൂ, എൻ്റെ സീത എവിടെ പോയി? നിങ്ങൾ കണ്ടോ? ഇങ്ങനെ ഓരോരുത്തരോടും, കാണുന്ന പക്ഷികളോടും മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും പർവ്വതങ്ങളോടും ലതകളോടും എല്ലാവരോടും പൂക്കളോടും ഒക്കെ രാമൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു.
ഹരേ കൃഷ്ണ. അങ്ങനെ രാമനും ലക്ഷ്മണനും വീണ്ടും സീതയെ അന്വേഷിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സംഭവമുണ്ടായി. നിങ്ങളത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. അങ്ങനെ അവർ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു ചക്രവാക പക്ഷിയെ അവർ കാണുകയാണ്. ആ ചക്രവാക പക്ഷിയോട് രാമൻ ചോദിച്ചു, നീ ജനകനന്ദിനി സീതയെ കണ്ടു? അപ്പോൾ ആ പക്ഷി തിരിച്ചു ചോദിച്ചു, ആരാണ് ജനകനന്ദിനി? ഞാൻ അറിയില്ല, എന്താണ് കാര്യം, തെളിച്ചു പറയൂ. പക്ഷിയുടെ വാക്കുകേട്ട് രാമൻ പറഞ്ഞു, ജനകനന്ദിനി സീത എൻ്റെ പത്നിയാണ്. ഗൃഹത്തിൽ നിർത്തിയിട്ട് ഞാൻ ഒരു മാനിനെ വധിക്കുവാൻ പോയി. തിരികെ ഗൃഹത്തിൽ വന്ന് നോക്കിയപ്പോൾ സീതയില്ല. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ ആ പക്ഷി രാമനെ കളിയാക്കി. അതവളുടെ നാശത്തിന് കാരണമായി. രാമന്റെ ദുഃഖം കണ്ടിട്ട് അവൾക്ക് ദുഃഖമുണ്ടായില്ല. ആ പക്ഷി രാമനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, ഒരു സ്ത്രീയെ രണ്ടുപേർ വെച്ചുകൊണ്ടിരിക്കരുത്. ഈ സ്ത്രീയെയും കൊണ്ട് നിങ്ങൾ രണ്ടുപേരും നാട് വിട്ടതല്ലേ? എനിക്ക് എല്ലാം മനസ്സിലാകുന്നുണ്ട്. എനിക്ക് പക്ഷിരൂപത്തിൽ ജന്മം, വൃക്ഷശാഖയിൽ വാസം. ഞാൻ ഏകപുരുഷനാണ്. പക്ഷേ എനിക്ക് 2 പെൺപക്ഷികളുണ്ട്. ഇങ്ങനെ രാമനെ കളിയാക്കുകയാണ് ഈ പക്ഷി. പക്ഷിയുടെ ഇപ്രകാരമുള്ള വാക്കുകേട്ട് രാമൻ കോപിച്ചു, നേത്രങ്ങൾ ജ്വലിച്ചു. ഭാര്യയോടൊപ്പം ഇരുന്നു കൊണ്ട് എന്നെ അപഹസിച്ചു സംസാരിച്ചു. ഇനിമേൽ നിനക്കും രതിരസം ഉണ്ടാകാതെയാകും. രാത്രിയിൽ മാത്രം ആഹാരം കഴിക്കും, രാത്രിയിൽ വേർപിരിഞ്ഞ് ജീവിക്കുകയും ചെയ്യും. ഇങ്ങനെ രാമൻ ആ പക്ഷിയെ ശപിച്ചു. രതിക്രിയയിൽ ഏർപ്പെട്ട പക്ഷി ആകാശത്തിലേക്ക് ഉയർന്നിട്ട് ഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ രാമശാപം അനുസരിച്ചിട്ടുള്ള ശിക്ഷ ആ പക്ഷിക്ക് കിട്ടി. പക്ഷി ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചു. പ്രഭു, അറിയാതെ എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്. ഞാൻ പറഞ്ഞതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. അല്ലയോ ഭക്തവത്സല, പ്രഭു അറിയാതെ പറഞ്ഞത് തെറ്റു തന്നെ. പറഞ്ഞതിൻ്റെ പാപം അവിടുത്തെ ദർശനം കൊണ്ട് തീർന്നിരിക്കുന്നു. ഇങ്ങനെ ആ പക്ഷി രാമനോട് ക്ഷമ ചോദിക്കുകയും രാമനെ സ്തുതിക്കുകയും ചെയ്തു. അപ്പോൾ രാമന് പക്ഷിയോട് ദയ തോന്നി. ഞാൻ പറഞ്ഞതിന് മാറ്റമൊന്നും വരികയില്ല. ദ്വാപരയുഗത്തിൽ നിനക്ക് ശാപമോക്ഷം കിട്ടും. വ്യാധൻ വലവെച്ച് പിടിക്കും, നിന്നെ ബന്ധിക്കും. അന്നു നിനക്ക് മോചനം കിട്ടും. ഹരേ കൃഷ്ണ. വ്യാധന്റെ കഥ ഭാഗവതത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ട് നടന്ന സംഭവമാണ് ഇത്. വ്യാധന്റെ കഥ ഭാഗവതം കഥാരൂപത്തിൽ കേട്ട എല്ലാവർക്കും അറിയാൻ സാധിക്കും. വ്യാധഗീത പറഞ്ഞ സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു സംസാരവും കൂടി ഈ തിരച്ചിലിൻ്റെ ഇടയിൽ നടന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. ഇതും രാമായണത്തിലെ ഒരു ഭാഗമാണ്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത് ജടായുവിനെ കാണുന്ന ഭാഗമാണ്. രാമനും ലക്ഷ്മണനും ജടായുവിനെ കാണുന്നു. അതോടുകൂടി ജടായുവിന് മോക്ഷം ലഭിക്കുന്നു. പിന്നീട് രാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതാ അന്വേഷണത്തിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. വളരെ സംഭവ ബഹുലമായ കാര്യങ്ങളാണ് ഇനി നടക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. ഉത്തരകാണ്ഡം കേൾക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? കഴിഞ്ഞ വർഷം നമ്മൾ മാധവത്തിൽ ഉത്തരകാണ്ഡം പറഞ്ഞിരുന്നു. അപ്പോൾ ചിലർക്ക് ഉണ്ടായ ഒരു സംശയമാണ്, ഈ ഉത്തരകാണ്ഡം കേൾക്കാമോ, ഉത്തരകാണ്ഡം വായിക്കാമോ എന്നുള്ള കാര്യം. ഉത്തരകാണ്ഡത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? രാമായണം അറിയാത്ത ആരുമില്ല. അതില് ഉത്തരകാണ്ഡം എല്ലാവർക്കും അറിയാം. ശ്രീരാമചന്ദ്രൻ
രാവണനെ വധിച്ചതിനു ശേഷം അയോധ്യയിൽ എത്തിച്ചേർന്ന് രാജാവായതിനു ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് നമ്മളോട് നമ്മുടെ പൂർവികര് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അവരത് വായിച്ചത് കൊണ്ടാണല്ലോ നമുക്കത് പറഞ്ഞു തന്നത്. ചിലർ പറയും അത് വായിക്കാൻ പാടില്ല. അത് അങ്ങനെയൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് ആ കഥ എങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്? നമ്മളോട് നമ്മുടെ പൂർവികര് പറഞ്ഞു തന്നത് കൊണ്ടാണ്. അവർക്ക് എങ്ങനെ അത് അറിയാൻ സാധിക്കും? ഒരു പക്ഷെ അവരുടെ പൂർവികർ അവരോട് പറഞ്ഞു കൊടുത്തതായിരിക്കും. അപ്പൊ ആരെങ്കിലും അത് വായിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് പറഞ്ഞു തരാൻ സാധിച്ചത്. സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും ജീവിതമാണത്. ആ ജീവിതത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രന്റെയും കൂടെ സഞ്ചരിക്കുക. അവരുടെ ദുഃഖവും സന്തോഷവും നിങ്ങളുടേതാക്കി തീർക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഓരോരുത്തരും രാമനാകും, നിങ്ങൾ ഓരോരുത്തരും സീതയുമാകും. അത് നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഈ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതുപോലെ തന്നെ ഉത്തരകാണ്ഡം നിങ്ങൾക്ക് വിശദമായി കേൾക്കാൻ ആഗ്രഹമുണ്ടോ? ഈ കാര്യം നിങ്ങൾ കമൻ്റ് ഇടണം. അതനുസരിച്ചിട്ട് വേണം എനിക്ക് കഥ പറയാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.